അപ്പോൾ ഓണം എക്സാം വന്നു. ഓണം എക്സാമിന് വേണ്ടി നമ്മൾ 10ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികൾ എന്ന് പറയുന്ന ഒന്നാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. ഇവിടെ വളരെ എളുപ്പത്തിൽ നമ്മൾ എല്ലാം പറയാൻ പോവുക. ശ്രദ്ധിച്ചിരുന്നോളണം, ഒന്നുമില്ല, ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ചാൽ നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണികളിൽ പഠിച്ചത് എന്താണ്? ഒരു നമ്പറിൽ തുടങ്ങും, എന്നിട്ട് ഒരേ നമ്പർ തന്നെ കൂട്ടി പോകുന്ന നമ്പറുകളാണ്. അതായത് 5ൽ തുടങ്ങി ഞാൻ 4 കൂട്ടി 9 എഴുതി, 4 തന്നെ കൂട്ടി 13 എഴുതി, 4 തന്നെ കൂട്ടി 17 എഴുതി. ഇങ്ങനെ എഴുതുന്ന നമ്പറുകളെയാണ് അല്ലെങ്കിൽ ഇങ്ങനെ എഴുതുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണി എന്ന് പറയും. ഈ അരിത്തമെറ്റിക് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര ശ്രേണിയിൽ നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് എഫ് ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം. കേട്ടല്ലോ, ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എങ്ങനെയാ കണ്ടുപിടിക്കേണ്ടത്? ഒന്നുമില്ല, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ആദ്യം കിടക്കുന്ന നമ്പർ ഏതാന്ന് നോക്കണം. അതാണ് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം. ഇവിടെ ആദ്യം കിടക്കുന്ന ഏതാണ്? 5 ആണ്. അതുകൊണ്ട് ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എത്ര എഴുതി? 5 എഴുതി. അടുത്തത് പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡി ആണ്. ഡി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്. എന്താണ്? കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ മലയാളത്തിൽ പൊതുവ്യത്യാസം എന്ന് പറയും. എന്തായിരുന്നു പൊതുവ്യത്യാസം? അതായത് നമ്മൾ മറ്റേ കൂട്ടി പോയ നമ്പറില്ലേ, അല്ലെങ്കിൽ കുറച്ച് പോകുന്ന നമ്പർ, ആ നമ്പറിനെയാണ് നമ്മൾ കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു നമ്പർ എടുത്ത് അതിന്റെ തൊട്ട് മുമ്പത്തെ നമ്പർ കുറച്ച് നോക്കിയാൽ മതി. നോക്കിയേ, 17 എടുത്ത് 13 കുറച്ചാൽ 4 കിട്ടും. 13 എടുത്ത് അതിന്റെ തൊട്ട് മുമ്പത്തെ 9 കുറച്ചാൽ 4 കിട്ടും. ഏത് കുറച്ചാലും കിട്ടും. പക്ഷെ നമ്മൾ എപ്പോഴും ചെയ്യാൻ എളുപ്പത്തിന് ഇതാ ചെയ്യുള്ളൂ. സെക്കൻഡ് ടേമിൽ നിന്നും ഫസ്റ്റ് ടേം അങ്ങോട്ട് കുറയ്ക്കും. 9ൽ നിന്ന് 5 കുറയ്ക്കും. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടൂടാ? 4. ക്ലിയർ ആയോ? അന്നേ വേഗം എന്ന് പറഞ്ഞ് 7, 10, 13 എക്സെട്ര. ഇതിന്റെ ഫസ്റ്റ് ടേം എത്രയാണ്? ഇതിന്റെ ഫസ്റ്റ് ടേം ആദ്യം കിടക്കുന്ന 7. ഇതിന്റെ കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസം എത്രയാണ്? 10ൽ നിന്ന് 7 കുറച്ചാൽ പോരാടാ. 10ൽ നിന്ന് നമ്മൾ 7 അങ്ങോട്ട് കുറയ്ക്കും. അപ്പൊ ആൻസർ എത്ര കിട്ടി? 3 എന്ന് കിട്ടും. എഫും ഡിയും കിട്ടിയില്ലേ? ക്ലിയർ ആയില്ലേ? ഇനി ചിലപ്പോൾ അവർ ചോദിക്കും റൈറ്റ് നെക്സ്റ്റ് 2 ടേംസ്, അടുത്ത 2 പദങ്ങൾ എഴുതാൻ ചോദിക്കും. അപ്പൊ അടുത്ത 2 പദങ്ങൾ റൈറ്റ് നെക്സ്റ്റ് 2 ടേംസ് എങ്ങനെ എഴുതും? ഒന്നുമില്ല, 7ന്റെ കൂടെ 3 കൂട്ടിയാണ് 10 എഴുതിയേക്കുന്നത്. 10ന്റെ കൂടെ വീണ്ടും 3 കൂട്ടിയാണ് 13 എഴുതിയേക്കുന്നത്. അപ്പൊ നമ്മൾ 13ന്റെ കൂടെ വീണ്ടും 3 കൂട്ടി 16 എഴുതും. അടുത്ത 16ന്റെ കൂടെ വീണ്ടും 3 കൂട്ടി 19 എഴുതും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇതിന്റെ നെക്സ്റ്റ് 2 ടേംസ് എത്ര വരും? 5ന്റെ കൂടെ 4 കൂട്ടിയാണ് 9 എഴുതിയേക്കുന്നത്. 9ന്റെ കൂടെ 4 കൂട്ടിയാണ് 13 എഴുതിയേക്കുന്നത്. 13ന്റെ കൂടെ 4 കൂട്ടിയാണ് 17 എഴുതിയിരിക്കുന്നത്. അപ്പൊ അടുത്തത് 17ന്റെ കൂടെ 4 കൂട്ടി 21 എഴുതും. പിന്നെ എത്രയാണ്? 21ന്റെ കൂടെ 4 കൂട്ടി 25 എഴുതും. ഇങ്ങനെ റൈറ്റ് നെക്സ്റ്റ് 2 ടേംസ്, അടുത്ത 2 പദങ്ങൾ എഴുതാൻ ചോദിക്കും. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് എഫും ഡിയും ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഇനി അടുത്തതിലേക്ക് പോവാം. ഇത് ശ്രദ്ധിച്ചു. അടുത്ത കാര്യം, അപ്പൊ അടുത്ത കാര്യം ഒന്നുമില്ല, ഇത് ശ്രദ്ധിച്ചിരുന്നു. നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പറഞ്ഞു 5, 9, 13. അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? സമാന്തര ശ്രേണി അല്ലേ? ആണ്. കാര്യം എന്താണ്? ഒരേ നമ്പർ കൂടിയാണ് പോകുന്നത്. 5ന്റെ കൂടെ 4 കൂട്ടി 9 എഴുതി, 4 കൂട്ടി 13 എഴുതി. ഇങ്ങനെ ഒരേ നമ്പർ കൂട്ടി പോകുന്നതിനെയാണ് സമാന്തര ശ്രേണികൾ അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ അകത്തെ ഓരോ നമ്പറുകളെയും നമ്മൾ എന്ത് പേരാ പറയുന്നത്? നമ്മൾ ടേംസ് അല്ലെങ്കിൽ മലയാളത്തിൽ പദങ്ങൾ എന്ന് പറയും. ഫസ്റ്റ് കിടക്കുന്ന ടേം ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഫസ്റ്റ് കിടക്കുന്ന പദമായതുകൊണ്ടാണ് ഇതിനെ ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം എന്ന് പറയുന്നത്. രണ്ടാമത് കിടക്കുന്ന ഈ നമ്പറിനെ സെക്കൻഡ് ടേം അല്ലെങ്കിൽ രണ്ടാം പദം എന്ന് പറയും. മൂന്നാമത് കിടക്കുന്ന നമ്പറിനെ തേർഡ് ടേം അല്ലെങ്കിൽ മൂന്നാം പദം എന്ന് പറയും. നമ്മളോട് ഫോർത്ത് ടേം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 4ാം പദം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5ഉം 4ഉം 9, 9ഉം 4ഉം 13. അടുത്ത എത്ര വരും? 13ഉം 4ഉം 17. ഫോർത്ത് ടൈം എത്ര വന്നു? 17 എന്ന് വന്നു. അടുത്ത ഫിഫ്ത്ത് ടൈം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 17ഉം 4ഉം 21 എന്നൊക്കെ എഴുതും അല്ലെ? ഞാൻ നിങ്ങളോട് ചോദിക്കുവാണ് 10th ടൈം എത്രയാണ്? എന്താണ് 10th ടൈം അല്ലെങ്കിൽ 10ാം പദം എത്രയാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എഴുതി പോകുമ്പോൾ 10ാമത്തെ നമ്പർ എത്രയാണ്?
ഒന്നെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി കണ്ടുപിടിക്കാം. പക്ഷെ പ്രശ്നം ഒരു 100ാമത്തെ ടേം ചോദിച്ചാലോ, നമ്മൾ തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ ഇരുന്ന് എഴുതുമോ? ഇല്ല. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 10th ടേമോ 20th ടേമോ 50ാം പദമോ 40ാം പദമോ ഏത് ടേം കണ്ടുപിടിക്കാൻ ചോദിച്ചാലും നമുക്കൊരു ഇക്വേഷൻ വേണം. കാണാതെ പഠിക്കണം. കാര്യം ഇത് കുറേ സ്ഥലത്ത് ഉപയോഗിക്കുന്ന ഇക്വേഷനാണ്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് ഈ ഇക്വേഷൻ. dn പ്ലസ് എഫ് മൈനസ് ഡി. കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഇക്വേഷൻ പറയുന്ന പേരെന്തായിരുന്നു? nth ടേം എന്നാണ്. മലയാളത്തിൽ n-ാം പദം എന്ന് പറയും. ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. അപ്പോ 10th ടേമോ 20th ടേമോ 50th ടേമോ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ ഈ ഇക്വേഷൻ എടുക്കണം. ഒന്നുമില്ല, അതെ 10th ടേം കണ്ടുപിടിക്കണം. ഈ ഇക്വേഷൻ എടുക്കണം. എന്താണ് ഇക്വേഷൻ? dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഇക്വേഷൻ എപ്പോൾ എടുത്താലും അതിന്റെ സൈഡില് എന്ത് ചെയ്യണം? ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന എഫും ഡിയും എൻ ഒക്കെ എടുത്ത് എഴുതണം. എഫ് ഡി എൻ എപ്പോ ടേം കണ്ടുപിടിക്കാം ചോദിച്ചാലും ഇങ്ങനെ അങ്ങോട്ട് ചെയ്തോളാം. കാര്യം അപ്പൊ ഇടക്കൊക്കെ തെറ്റിപ്പോയാലും ഇതിനൊക്കെ അവർ മാർക്കിട്ട് തരും. ആദ്യം ഫസ്റ്റ് ടേം അല്ലെങ്കിൽ ആദ്യ പദം ആദ്യം കിടക്കുന്നത് എത്രയാണ്? 5. അടുത്ത ഡി കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് പറഞ്ഞത് 9ൽ നിന്ന് 5 കുറച്ചാൽ മതി അല്ലേടാ. 9ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 4 കിട്ടി. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം എന്നാണ്. എടാ നമ്മൾ 10th ടേം അല്ലേ കണ്ടുപിടിക്കുന്നത്, 10ാം പദമല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ എന്നിന് പകരം എത്ര വിട്ടു കൊടുക്കണം? 10 ഇട്ട് കൊടുക്കണം. 20th ടേം ആയിരുന്നു കണ്ടുപിടിക്കുന്നെങ്കിലോ 20ാം പദമായിരുന്നു കണ്ടുപിടിക്കുന്നെങ്കിലോ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണമായിരുന്നു? 20ാം പദം ഇട്ട് കൊടുക്കും, 20 ഇട്ട് കൊടുക്കണമായിരുന്നു. അത്രേ ഉള്ളൂ. 50ാം പദം 50th ടേം ആണ് കണ്ടുപിടിക്കുന്നെങ്കിൽ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 50 ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ എന്ന് മാറുന്ന അനുസരിച്ചാണ് ഇതിന്റെ വാല്യൂ മാറുന്നത്. നോക്കിക്കോ. അപ്പൊ ഇത് ഡി എത്രയാണ്? 4 ഇൻറ്റു എൻ എത്രയാണ്? 10 പ്ലസ് എഫ് എത്രയാണ്? 5 മൈനസ് ഡി എത്രയാണ്? 4. 4 ഇൻറ്റു 10 എത്രയാണ്? 40 പ്ലസ് 5ൽ നിന്ന് 4 കുറച്ച് എത്ര വരും? 1. 40 ഒന്നും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടി? 41 കിട്ടി. അപ്പൊ ഏത് ടേം ചോദിച്ചാലും നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ എന്താണ്? dn പ്ലസ് എഫ് മൈനസ് ഡി. എന്നിട്ട് എഫും ഡി ഒക്കെ എടുത്ത് എഴുതിയിട്ട് എന്നിന് പകരം എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കാനുള്ളത് ആ നമ്പർ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. വേണമെങ്കിൽ ഇതിന്റെ 50th ടേം അല്ലെങ്കിൽ 15ാം പദം ഒന്ന് കണ്ടുപിടിച്ച് എല്ലാവരും എന്നിട്ടൊന്ന് കമന്റ് അടിച്ചേ. കേട്ടല്ലോ. അപ്പോ ഇതാണ് ടേം കണ്ടുപിടിക്കേണ്ടത് അല്ലെങ്കിൽ പദം കണ്ടുപിടിക്കേണ്ട ചോദ്യം. ക്ലിയർ അല്ലേ? എളുപ്പമല്ലടാ. വെറുതെ ഇക്വേഷൻ എഴുതുക, ഓരോ സാധനങ്ങൾ പെറുക്കിയെടുത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ അടുത്തതിലേക്ക് പോവാം. ശ്രദ്ധിച്ചോ. അടുത്ത സാധനം വളരെ എളുപ്പമാണ്. നമ്മളോട് ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് അതിന്റെ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറയും. എന്താണ്? ഓൾജിബ്രിക് ഫോം കണ്ടുപിടിക്കാൻ പറയും അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ ചോദിക്കും. അത് കണ്ടുപിടിക്കാൻ പറഞ്ഞാലും നമ്മൾ ഈ ഇക്വേഷൻ തന്നെ എടുത്താൽ മതി. ഏത് ഇക്വേഷൻ? dn പ്ലസ് എഫ് മൈനസ് ഡി. ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇക്വേഷൻ എടുക്കുക. ഏത് ഇക്വേഷൻ എടുക്കുക? dn പ്ലസ് എഫ് മൈനസ് ഡി എന്ന ഇക്വേഷൻ എടുക്കുക. എടുത്തല്ലോ. ഞാൻ പറഞ്ഞു ഈ ഇക്വേഷൻ നിങ്ങൾ എപ്പോൾ എടുത്താലും എഫും ഡിയും എന്നും എടുത്തെഴുതുക. എഫ് എത്രയാണ്? എഫ് ഇത്ര ഉള്ളു. നോക്കിയേ. എഫ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം എത്രയാണ്? 5. കാണാതെ പഠിച്ചു വേണം അല്ലെ. ഡി എത്രയാണ്? ഡി ഇതേ രണ്ടാമത്തെ ടേമിൽ നിന്ന് ഒന്നാമത്തെ ടേം കുറയ്ക്കണം. 9ൽ നിന്ന് 5 കുറച്ചപ്പോ എത്ര കിട്ടിയടാ? 4. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കിട്ടി. ഇനിയാണ് ശ്രദ്ധിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതായത് നമ്മളോട് ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നിന് പകരം എന്തിട്ട് കൊടുക്കണം? എന്നിട്ട് കൊടുക്കണം. എപ്പോഴാണ് ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം ചോദിച്ചാൽ എന്നിന് പകരം എന്തിട്ട് കൊടുക്കണം? എന്നിട്ട് കൊടുക്കണം. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം. എന്നിട്ട് ചെയ്തു. ഡി എത്രയാണ്? 4 ഇൻറ്റു എന്നിന് പകരം എന്ത് തന്നെ ഇടണമെന്നാ പറഞ്ഞത്? എന്ന് തന്നെ. എഫ് എത്രയാണ്? 5 മൈനസ് ഡി എത്രയാണ്? 4. അപ്പൊ ആൻസർ എത്ര വന്നു? 4 ഇൻറ്റു എൻ 4n പ്ലസ് 5ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 1. 4n പ്ലസ് 1. ഈ 4n ഒന്നും കൂടി കൂട്ടി 5n എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. ഇതൊരു നമ്പറാണ്. ഇത് എന്നിൽ അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ്. രണ്ടും കൂടി കൂട്ടാൻ പറ്റത്തില്ല. ഇങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ എന്നിൽ വരുന്ന സാധനങ്ങളെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്? ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം.
അപ്പോൾ ഓൾജിബ്രിക് ഫോം അല്ലെങ്കിൽ ബീജഗണിത രൂപം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. എങ്ങനെയാണ്? dn+f-d ഇടണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്നിന് പകരം എന്തിട്ട് കൊടുക്കണം? എന്നിട്ട് കൊടുക്കണം. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേടാ? ഭയങ്കര എളുപ്പമല്ലേ? അപ്പൊ ഇതിന്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, അതൊന്ന് കേട്ടെ. ദേ ശ്രദ്ധിച്ചോ, ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിച്ചോ. ഓൾജിബ്രിക് ഫോം വെച്ച് തന്നെ ചോദിക്കുന്ന വേറൊരു ചോദ്യം ശ്രദ്ധിച്ചോ. എടാ അടുത്ത ചോദ്യം ഇതാണ്, നോക്കിയേ. ഇത് തിരിച്ചു ചോദിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ട് ഓൾജിബ്രിക് ഫോം എഴുതാനാണ്. ഇനി നമ്മളോട് ചോദിക്കും ഒരു ഓൾജിബ്രിക് ഫോം തരും. ഓൾജിബ്രിക് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്നിന് പകരം അല്ല, എന്നിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനം. ഇങ്ങനെ എന്നിൽ എഴുതിയിരിക്കുന്ന ഒരു സാധനം തരും. എന്നിട്ട് നമ്മളോട് സീക്വൻസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ നമ്മുടെ ശ്രേണി എഴുതാൻ പറയും. ഇത് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ എത്ര ടേമുകൾ വേണം? 1 ടേം, 2 ടേം, 3 ടേം. ഏറ്റവും കുറഞ്ഞ എത്ര ടേം വേണം? ഫസ്റ്റ് ടേം വേണം, സെക്കൻഡ് ടേം വേണം, തേർഡ് ടേം വേണം. എടാ നമ്മള് 10th ടേം കണ്ടുപിടിക്കുമ്പോൾ എന്നിന് പകരം എത്രയായിരുന്നു ഇട്ട് കൊടുത്തത്? എന്നിന് പകരം 10 ഇട്ട് കൊടുത്തു അല്ലെ? 25ാം പദം 25th ടേം കണ്ടുപിടിച്ചാൽ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കും? 25 ഇട്ട് കൊടുക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം വേണം. ഇവിടെ ഫസ്റ്റ് ടേം വേണമെങ്കിൽ എന്നിന് പകരം അപ്പൊ എത്ര ഇട്ട് കൊടുക്കണം? 1. സെക്കൻഡ് ടേം വേണമെങ്കിൽ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? അപ്പോൾ 2. തേർഡ് ടേം വേണമെങ്കിൽ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 3. അത്രേ ഉള്ളൂ. ഈ ഇക്വേഷനിൽ എന്നിന് പകരം 1, എന്നിന് പകരം 2, എന്നിന് പകരം 3 ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടും. ഇത് നോക്കിയോ, മറ്റേത് തന്നെയാണ് കിട്ടുന്നത് നോക്കാം. എന്നിന് പകരം 1 ഇട്ട് കൊടുക്കണം. 4n+1 ആണ്. 4 × 1 + 1. 4 × 1 4 ആണ്, +1. 4 + 1 എത്ര കിട്ടി? 5 കിട്ടി. അടുത്തത് 4n+1 തന്നെ. എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 2 ഇട്ട് കൊടുക്കണം. 4 × 2 8 ആണ്. 8 + 1 എത്ര കിട്ടി? 9. അടുത്തത് 4n+1 തന്നെയാണ്. എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 3 ഇട്ട് കൊടുക്കണം. 4 × 3 എത്രയാണ്? 12 + 1. ആൻസർ എത്ര കിട്ടി? 13 കിട്ടി. അപ്പൊ നോക്കി, 5, 9, 13. ഇത് തന്നെ ആയിരുന്നില്ലേ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ്? ആണ്. അപ്പൊ ഫസ്റ്റ് ടേം കിട്ടി, സെക്കൻഡ് ടേം കിട്ടി, തേർഡ് ടേം കിട്ടി. അപ്പൊ ഓൾജിബ്രിക് ഫോം തന്നിട്ട് സീക്വൻസ് ശ്രേണി എഴുതാൻ പറഞ്ഞാൽ എന്നിന് പകരം 1 ഇടണം, എന്നിന് പകരം 2 ഇടണം, എന്നിന് പകരം 3 ഇടണം. അത്രേ ഉള്ളൂ. എളുപ്പമല്ലേ? എളുപ്പമല്ലടാ? എളുപ്പമാണ്. അപ്പൊ അടുത്തതിലേക്ക് പോവാം അല്ലേ? അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് ഏതാണ്? സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ചോദ്യം. അപ്പൊ തുക കണ്ടുപിടിക്കണമെങ്കിൽ സം കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ ഇക്വേഷൻ കൊണ്ടുവന്നു അല്ലെ? നേരത്തെ നമ്മൾ dn+f-d ആയിരുന്നു. ഇതാണ് സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. എന്താണ്? n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n/2 × ആദ്യ പദം പ്ലസ് അവസാന പദം. ഇത് കാണാതെ പഠിക്കണേ. ഇനി ഇത് വേണമെങ്കിൽ ചെറുതാക്കി ഇങ്ങനെ എഴുതാം. n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ആദ്യ പദം പ്ലസ് അവസാന പദം. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ എഴുതുള്ളൂ, കാര്യം ഇത് മൊത്തമൊക്കെ എഴുതി വന്നു കഴിഞ്ഞാൽ 1 മണിക്കൂർ അങ്ങനെ പോകും എഴുതാൻ. അപ്പൊ ശ്രദ്ധിച്ചോളണം. നമ്മളോട് ആദ്യത്തെ ടൈപ്പ് ചോദ്യം സമ്മുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയായിരിക്കും. അതായത് എന്താണ്? 5, 9, 13, 17 എന്നൊരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. നമ്മളോട് പറയും ഫൈൻഡ് ദ സം ഓഫ് 10 ടേംസ്. ഫസ്റ്റ് 10 ടേംസ്, 10 പദങ്ങളുടെ തുക കാണുക. അതായത് ഡയറക്റ്റ് ചോദ്യം. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരും, എന്നിട്ട് അതിന്റെ 10 പദങ്ങളുടെ തുകയോ 50 പദങ്ങളുടെ തുകയോ 20 പദങ്ങളുടെ തുകയോ 20 ടേംസിന്റെ സമ്മോ 10 ടേംസിന്റെ സമ്മോ എന്ത് വേണമെങ്കിലും ചോദിക്കും. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തരും, എന്നിട്ട് കുറച്ച് ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമുക്കറിയാം സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അങ്ങോട്ട് എഴുതുക. സം ഈക്വൽ ടു അല്ലെങ്കിൽ തുക ഈക്വൽ ടു എന്താണ്? n/2 × ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം അല്ലെ? ഇനി ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ സാധനങ്ങളും നമുക്ക് വേണം. n എത്രയാണ്? ശ്രദ്ധിച്ചേ. n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അവിടെ പറഞ്ഞിരുന്നത് എത്രാമത്തെ ടേം ആണോ കണ്ടുപിടിക്കുന്നത് അതാണ് n അല്ലെ? ഇവിടെ പറയുന്നു അതുപോലെ തന്നെ എത്ര ടേംസിന്റെ സമ്മാണോ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അതാണ് n. ഇവിടെ 10 ടേംസ് അല്ലെങ്കിൽ 10 പദങ്ങളുടെ തുകയായത് കാരണം n 10. 20 പദങ്ങളുടെ തുകയായിരുന്നെങ്കിലോ n 20 എടുക്കണം. 50 പദങ്ങളുടെ തുകയായിരുന്നെങ്കിലോ n 50 എടുക്കണം. അത്ര ഉള്ളടാ. അപ്പൊ n എഴുതി. അടുത്തത് എന്താണ്? f വേണം. f എത്രയാണ്? ഫസ്റ്റ് ടേം ആദ്യ പദം എത്രയാണ്? ദേ കിടക്കണം. എത്രയാണ്? 5. അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ലാസ്റ്റ് ടേം അല്ലെങ്കിൽ അവസാന പദം.
5, 9, 13, 17 ഇതാണ് ലാസ്റ്റ് ടേം അല്ല, നമുക്ക് 10 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10ാമത്തെ ടേമിൽ വരെയുള്ള സമ്മ് കണ്ടുപിടിക്കണം. അപ്പൊ ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് എത്രാമത്തെ ടേം ആയിരിക്കും? 10ാമത്തെ ടേം ആയിരിക്കും. അത് നമുക്കറിയാവോ? ഇല്ല. അപ്പൊ അത് എന്ത് ചെയ്യണം? അത് നമ്മൾ കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? 10th ടേം അല്ലെങ്കിൽ 10ാം പദം കണ്ടുപിടിക്കണം. കേട്ടല്ലോ. അപ്പൊ 20 ടേംസിന്റെ സമ്മ് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ടേം എന്തായിരിക്കും? 20ാമത്തെ ടേം ആയിരിക്കും. 30 ടേംസ് 30 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവസാനത്തെ ടേം എത്രയായിരിക്കും? 30ാമത്തെ ടേം ആയിരിക്കും. ഇനി അത് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾ എത്രയാണോ എഴുതിയേക്കുന്നത് ആ ടേം അങ്ങോട്ട് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും ലാസ്റ്റ് ടേം. അപ്പൊ നമുക്ക് 10th ടേം അല്ലെങ്കിൽ 10ാം പദം കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? 10th ടേം അല്ലെങ്കിൽ 10ാം പദം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആയിരുന്നു dn + f - t. ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എപ്പോഴാണെങ്കിലും എഫും ഡിയും എന്നും എടുത്തെഴുതണം. എഫ് എത്രയാണ്? ദേ നമുക്കറിയാം, ഫസ്റ്റ് ടേം 5. ഡി എത്രയാടാ? ദേ ഇവിടുന്ന് കുറച്ചാൽ പോരെ, 9ന്ന് 5 കുറയ്ക്കണം. 9ന്ന് 5 കുറച്ചപ്പോൾ നമുക്ക് എത്ര കിട്ടി? 4. എൻ എത്രയാടാ? എന്ന് 10ാമത്തെ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ n 10. അപ്പൊ നോക്കിയേ, ഡി എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 10 പ്ലസ് എഫ് എന്ന് പറഞ്ഞാൽ 5 മൈനസ് 4. ഇത് തന്നെ നമ്മൾ നേരത്തെ ചെയ്തത്. 4 × 10 40. 5 ൽ 4 പോയാൽ 1. അപ്പൊ ആൻസർ എത്ര കിട്ടി? 41. അപ്പൊ എൻ കിട്ടിയില്ലടാ, എഫും കിട്ടി, എല്ലും കിട്ടി. അപ്പൊ അതെ എൻ നമുക്കറിയാം 10/2. ഫസ്റ്റ് ടേം നമുക്കറിയാം 5. ലാസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ 10th ടേം എത്രയാണ്? 41. അപ്പൊ നോക്കി, 10ന്റെ പകുതി എടുക്കുക 5 ഇൻറ്റു 41ഉം 5ഉം കൂടി കൂട്ടുക. അപ്പൊ എത്രയാണ്? 46. അപ്പൊ ആൻസർ എത്ര കിട്ടും? 230 കിട്ടും. 5 × 46 എത്ര കിട്ടി? 230 കിട്ടും. ഇങ്ങനെയാണ് സം അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കേണ്ടത്. എളുപ്പമല്ലടാ? ഇത്രേ ഉള്ളൂ. എന്താണ് ഇക്വേഷൻ? മറക്കരുത്, n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n എന്ന് പറഞ്ഞാൽ എത്ര പദങ്ങളുടെ തുകയാണ്? എഫ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആണ്. ലാസ്റ്റ് ടേം മറക്കരുത്. 20 ടേംസിന്റെ സമ്മാണെങ്കിൽ 20ാം പദം 20th ടേം ആയിരിക്കും ലാസ്റ്റ് ടേം. 50 ടേംസിന്റെ സമ്മാണെങ്കിൽ 50ാം പദം 50th ടേം ആയിരിക്കും ലാസ്റ്റ് ടേം. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇത്രേ ഉള്ളൂ. എന്നിട്ട് അത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൻസർ കിട്ടും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ്. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഈ മോഡലിൽ തന്നെ ചോദിക്കുന്ന ഒരു സെക്കൻഡ് ടൈപ്പ് ഉണ്ട്. സെക്കൻഡ് ടൈപ്പ് പഠിക്കാം. രണ്ടാമത്തെ ടൈപ്പ് നോക്കിക്കോ. അപ്പൊ നോക്കിക്കടാ, രണ്ടാമത്തെ മോഡൽ തുക കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ്. നോക്കിയേ, ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 20 പദങ്ങളല്ല കേട്ടോ, എഴുതിയപ്പോ തെറ്റിപ്പോയതാ. 20 എണ്ണൽ സംഖ്യകളുടെ എന്താണ്? 20 എണ്ണൽ സംഖ്യകളുടെ തുക കാണുക. ശ്രദ്ധിക്കണം, ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് അല്ലെങ്കിൽ ആദ്യത്തെ 20 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ശ്രദ്ധിക്കണം. എന്താണ്? ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകൾ. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3, 4 എന്നും പറഞ്ഞു പോകും അല്ലെ. ഇതിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഇക്വേഷൻ എടുക്കണം നിർബന്ധമില്ല. എണ്ണൽ സംഖ്യകൾ അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് കണ്ടുപിടിക്കാൻ ഒരു ചെറിയ സമ്മ് വേറെ ഉണ്ട്, n × n + 1/2. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഒറ്റ കാര്യമുള്ളൂ, അത് 1ൽ നിന്ന് തുടങ്ങണം. ഇത്രേ ഉള്ളൂ. നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കണം. ഇത്രേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫൈൻഡ് ദ സം ഓഫ് ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 അങ്ങനെ എവിടം വരെ? 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കാണണം. അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്തെഴുതി? നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ n × n + 1/2 എന്ന് എഴുതി. n എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വരെയുള്ള സമ്മാണോ കണ്ടുപിടിക്കുന്നത് അതാണ് n. n അപ്പൊ എത്രയാണ്? 20. 20 ഇവിടെ ഇട്ട് കൊടുത്താൽ മതി, എടുത്ത് ഡയറക്റ്റ് ആയിട്ട് 20 × 20 + 1/2. അപ്പോ 20 × 20 ഒന്നും കൂടി കൂട്ടുമ്പോ എത്ര വന്നു? 21/2. ഈ 2ഉം 20ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ 10. 10 × 21 210 എന്ന ആൻസർ വരും. കേട്ടല്ലോ. അപ്പൊ നാച്ചുറൽ നമ്പേഴ്സ് എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഇതെടുക്കണമെന്ന് നിർബന്ധമില്ല.
ഈ ചെറിയ ഇക്വേഷൻ എടുത്താൽ മതി. കേട്ടല്ലോ? ഇങ്ങനെ 2 സമ്മ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഉണ്ട്, മാറിപ്പോകരുത്. കേട്ടല്ലോ? എളുപ്പമല്ലേ? ഇപ്പൊ ഒരു 50 നാച്ചുറൽ നമ്പേഴ്സ് അല്ലെങ്കിൽ 50 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് തന്നെ ഇക്വേഷൻ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 50 ഇട്ട് കൊടുക്കണം. 10 നാച്ചുറൽ നമ്പേഴ്സ് 10 എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇത് തന്നെ ഇക്വേഷൻ എന്നിന് പകരം എത്ര ഇട്ട് കൊടുക്കണം? 10 ഇട്ട് കൊടുക്കണം. അത്രേ ഉള്ളടാ. അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറേ മോഡൽ ചോദ്യങ്ങളുണ്ട്, അതെല്ലാം പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ബാക്കി സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി വീഡിയോസൊക്കെ കൂടിയുണ്ട്, അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ മതി. ഇതല്ലാതെ നമ്മൾ നിങ്ങൾക്ക് 1-to-1 ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് സംശയം ഉണ്ടെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എടുത്തു തരും. അപ്പോൾ അത് സംശയമുള്ളവരൊക്കെ ഈ താഴത്തെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക, നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഓക്കെ, പഠിക്കുക. ഇത് വെറുതെ കണ്ടന്റ് ഇരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, എഴുതി പഠിക്കണം, എങ്കിലേ പഠിക്കുകയുള്ളൂ. കേട്ടല്ലോ? അപ്പോൾ ഓക്കെ.